ഈ വാർത്തകളൊക്കെ എങ്ങനെ വളച്ചൊടിക്കുന്നത് എന്ന് നോക്കണം. അതായത് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ വെൽഫെയർ പാർട്ടി UDFന് നിരുപാധിക പിന്തുണ നൽകിയിരിക്കുകയാണ്. ഒരു വ്യക്തിയോ ഒരു നേതാവോ ഒരു ചർച്ചയോ നടന്നിട്ടില്ല, മധ്യസ്ഥം വഹിക്കാനൊന്നും ഒരാളും ഉണ്ടായിട്ടില്ല എന്ന് ഈ വെൽഫെയർ പാർട്ടിയുടെ നേതാക്കൾ വ്യക്തമാക്കുകയാണ്. ഒരു ഉപാധിയും വച്ചിട്ടില്ല, ഒരു നിബന്ധനയും വച്ചിട്ടില്ല, ഒരു യോഗം നടന്നതായും പറഞ്ഞിട്ടില്ല. എന്നാൽ ഉപതെരഞ്ഞെടുപ്പുമായി ചില വാർത്തകൾ റിപ്പോർട്ടർ TV നൽകുന്നു. ആ വീഡിയോയും വാക്കുകളും ഒക്കെ നമുക്ക് കേൾക്കാം. അതിനു മുൻപ് ഈ റിപ്പോർട്ടർ എന്ന ചാനലിൻ്റെ പോർട്ടലിൽ വന്ന ഒരു വാർത്ത ശ്രദ്ധിക്കുക. അതായത് അവർ പറയുന്നത് ഇങ്ങനെയാണ്: നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ വെൽഫെയർ പാർട്ടി UDFന് പിന്തുണ നൽകും. ഉപാധികളോടെ UDFനെ പിന്തുണയ്ക്കാൻ വെൽഫെയർ പാർട്ടിയുടെ നേതൃയോഗത്തിൽ തീരുമാനം. അൻവർ ഉയർത്തിയ വിഷയങ്ങൾ ചർച്ചയാകണമെന്നും വെൽഫെയർ പാർട്ടി നേതൃയോഗത്തിൽ ആവശ്യം ഉയർന്നു. പിന്തുണ പരസ്യമായി പ്രഖ്യാപിച്ച് ആര്യാടൻ ഷൗക്കത്തിന് വേണ്ടി പ്രവർത്തിക്കാനാണ് നേതൃയോഗത്തിന്റെ തീരുമാനം. വെൽഫെയർ പാർട്ടിയുടെയും UDFന്റെയും നേതാക്കൾ നടത്തിയ ചർച്ചയിലാണ് ധാരണയായത്. UDFനുള്ള പിന്തുണ വെൽഫെയർ പാർട്ടി ഇന്ന് തന്നെ ഔദ്യോഗികമായി പ്രഖ്യാപിക്കും. ഇതാണ് അവർ പറയുന്നത്. എന്നാൽ വെൽഫെയർ പാർട്ടി നേതാക്കൾ നടത്തിയ വാർത്താ സമ്മേളനം ഇനി നമുക്കൊന്ന് ശ്രദ്ധിച്ചു കേൾക്കാം. ഒരു വിധിയെഴുത്താകണം എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പ് അത്തരം ഒരു വിധിയെഴുത്തിന് വഴിയൊരുക്കണമെങ്കിൽ UDF വിജയിക്കണം. ഇപ്പോൾ നേരത്തെ അത്തരം ചില ആവശ്യങ്ങൾ PV അൻവർ തന്നെ ഉന്നയിച്ചത് നമുക്കറിയാമല്ലോ. ഉദാഹരണമായി ആഭ്യന്തര വകുപ്പ് മാറണമെങ്കിൽ അത്തരം ഭരണം മാറണം, UDFന്റെ കയ്യിൽ ആഭ്യന്തര വകുപ്പ് വരണം എന്നൊക്കെ അദ്ദേഹം സംസാരിക്കുന്നത് നമുക്കറിയാവുന്ന കാര്യമാണല്ലോ. അഥവാ കേരള മുഖ്യമന്ത്രി നിയന്ത്രിക്കുന്ന ആഭ്യന്തര വകുപ്പ് ഉൾപ്പെടെ ഈ സർക്കാരിനെതിരായ ഒരു ശക്തമായ തിരിച്ചടി ഉണ്ടാകണമെങ്കിൽ ഇവിടെ LDFും UDFുമാണ് മത്സരം. ആ ഘട്ടത്തിൽ UDFനെ പിന്തുണച്ചാൽ മാത്രമേ അത് സാധിക്കുകയുള്ളൂ എന്നതുകൊണ്ടാണ് ആ ഒരു നീക്കത്തിന് പാർട്ടി തയ്യാറായത്. LDF UDF തമ്മിലുള്ള ഒരു മത്സരത്തിന്റെ സന്ദർഭത്തിലാണല്ലോ നമ്മളിത് പറയുന്നത്. നിങ്ങൾക്ക് അറിയാലോ. ഈ മണ്ഡലത്തിന്റെ എല്ലാ പഞ്ചായത്തുകളിലും പാർട്ടിക്ക് ഘടകങ്ങളുണ്ട്, പ്രവർത്തകരുണ്ട്. ഞങ്ങളുടെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോവുകയാണ്. കുടുംബയോഗങ്ങൾ, അതുപോലെ തന്നെ സ്കൂൾ വർക്കുകൾ, അങ്ങനെയുള്ള പ്രവർത്തനങ്ങളിലൂടെ ഞങ്ങൾക്ക് കഴിയാവുന്നിടത്തൊക്കെ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കും. സ്വാധീന മേഖലയിൽ UDFന് അനുകൂലമായ പ്രവർത്തനങ്ങൾ ഞങ്ങൾ സംഘടിപ്പിക്കും. ഇത് ഞങ്ങളുടെ രാഷ്ട്രീയ തീരുമാനമാണ്, ഏതെങ്കിലും ഉപാധി വെച്ചുകൊണ്ടുള്ള ഒരു തീരുമാനമല്ല. ഞങ്ങൾ മനസ്സിലാക്കുന്നത് ഈ തെരഞ്ഞെടുപ്പ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം നിർണായകമാണ്. അഥവാ കഴിഞ്ഞ 9 വർഷമായി കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ജനദ്രോഹ സർക്കാരിനെതിരായ വിധിയെഴുത്താകണം നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പ് റിസൾട്ട്. അത് സാധ്യമാകണമെങ്കിൽ UDF വിജയിക്കണം. അത്തരം ഒരു രാഷ്ട്രീയ തീരുമാനത്തിന്റെ ഭാഗമായിട്ടാണ് ഈ തെരഞ്ഞെടുപ്പ് ഞങ്ങൾ പിന്തുണ തീരുമാനിച്ചത്. ഞങ്ങൾ അങ്ങനെ ഒരു തീരുമാനത്തിലേക്കൊന്നും എത്തിയിട്ടില്ല. അഥവാ ഏതെങ്കിലും മുന്നണിയുടെ ഭാഗമാകാൻ ഞങ്ങളിപ്പോൾ തീരുമാനിച്ചിട്ടില്ല. നിങ്ങൾക്ക് തന്നെ അറിയാലോ, ഞങ്ങൾ 2019 വരെ LDFുമായി ചേർന്ന് തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ ആദ്യ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ CPMുമായി സഹകരിച്ച് മത്സരിച്ചതാണ്. അതിന്റെ അർത്ഥം മുന്നണി മാറി LDFിൽ നിന്ന് UDFിലേക്ക് എത്തിയെന്ന് നിങ്ങളാരും പറയില്ലല്ലോ. അത് തെരഞ്ഞെടുപ്പ് നീക്കുപോക്കുകളും ധാരണകളും ഒക്കെ ചില ഘട്ടങ്ങളിൽ ഞങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അതൊരു പ്രാദേശികമായ തെരഞ്ഞെടുപ്പിലാണ് അങ്ങനെ ഉണ്ടായത്. 2019 UDFന് ഞങ്ങൾ പിന്തുണ പ്രഖ്യാപിച്ചു. അത് ഇന്ത്യയിൽ ഉടനീളം സംഘപരിവാർ ശക്തികൾ അതിശക്തമായ മുന്നേറ്റം നടത്തിക്കൊണ്ടിരിക്കുന്നു. ഭരണഘടനയെ തിരുത്താൻ വേണ്ടിയുള്ള നീക്കം നടക്കുന്നു. മുസ്ലിം വിരുദ്ധമായ നിലപാടുകൾ സ്വീകരിക്കുന്നു. ആ ഘട്ടത്തിൽ ഇന്ത്യയിലുടനീളം വെൽഫെയർ പാർട്ടി ഉൾപ്പെടെ സ്വീകരിച്ച നിലപാടിന്റെ ഭാഗമായിട്ട് ഞങ്ങൾ കേരളത്തിൽ ഉൾപ്പെടെ ആ നിലപാട് സ്വീകരിച്ചു. 2024 ഇന്ത്യ മുന്നണി രൂപം കൊണ്ടു. ആ സന്ദർഭത്തിൽ ഞങ്ങൾ UDFന്റെ ഭാഗമായി നിലകൊണ്ടിട്ടുണ്ട്. ഇത് ഞങ്ങളുടെ രാഷ്ട്രീയ തീരുമാനത്തിന്റെയും ലൈനിന്റെയും ഭാഗമായിട്ടാണ്.
പ്രത്യേകിച്ച് ഒരു നിബന്ധന വെച്ചുകൊണ്ടുള്ള ഒരു നീക്കുപോക്കല്ല ഇത്. ഈ അസോസിയേറ്റ് മെമ്പർഷിപ്പ് എന്നുള്ള കുറച്ചു കാലമായി നിലമ്പൂരിൽ നിന്ന് ഉയർന്നു വന്ന ഒരു ചർച്ചയാണ്. സ്വാഭാവികമായും ചില ഓൺലൈൻ മാധ്യമങ്ങളിലൊക്കെ അങ്ങനെയുള്ള വിശകലനങ്ങൾ വന്നിട്ടുണ്ട്. ഇന്നലെ എൻ്റെ കുറേ സുഹൃത്തുക്കൾ എന്നെ ബന്ധപ്പെട്ടിരുന്നു, ചാനലുകളുടെ സഹപ്രവർത്തകരൊക്കെ വിളിച്ചിരുന്നു. ഞങ്ങൾ അത്തരം നീക്കങ്ങളൊന്നും ഇപ്പോൾ നടത്തിയിട്ടില്ല. ഇപ്പോൾ വെൽഫെയർ പാർട്ടി അങ്ങനെ തീരുമാനിച്ചിട്ടില്ല. ഞങ്ങളൊരു ബദൽ രാഷ്ട്രീയത്തിന്റെ സാധ്യതകളൊക്കെ പ്രയോജനപ്പെടുത്തി മുന്നോട്ട് പോകും. അതേസമയം മുന്നണി രാഷ്ട്രീയം എന്ന് പറയുന്നത് ഒരു അടഞ്ഞ അധ്യായമാണ് എന്നൊന്നും ഞങ്ങളുടെ മുമ്പിലില്ല. അതേസമയം നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പ് മുമ്പിൽ വെച്ചുകൊണ്ട് അത്തരം യാതൊരു ചർച്ചയും ഓപ്പൺ ചെയ്യാൻ പാർട്ടി തീരുമാനിച്ചിട്ടില്ല. അതായത് നിങ്ങളുടെ സംഘടനാ സംവിധാനത്തിൽ പ്രവർത്തിക്കുകയാണോ, UDF-മായി ചേർന്ന് വേദി പങ്കിട്ട് ഒരുമിച്ചുള്ള പ്രവർത്തനമാണോ? വെൽഫെയർ പാർട്ടി ആഗ്രഹിക്കുന്നത് ഈ തെരഞ്ഞെടുപ്പിൽ UDF വിജയിക്കണമെന്നാണ്. അതിന് ഞങ്ങൾക്ക് ശക്തിയും പ്രവർത്തകരുമുള്ള ഇടങ്ങളിൽ ഒരുമിച്ചും കൂട്ടായും ഒപ്പം ഞങ്ങൾക്ക് സ്വന്തം നിലക്കൊക്കെയുള്ള വർക്കുകളുമായി മുന്നോട്ട് പോകും. ഞങ്ങളുടെ കുടുംബയോഗങ്ങൾ ഇന്നു മുതൽ തുടക്കം കുറിക്കുകയാണ്. പ്രാദേശിക പ്രവർത്തനങ്ങൾക്കുള്ള പ്ലാനും പദ്ധതിയും ഞങ്ങൾ തയ്യാറാക്കിയിട്ടുണ്ട്. സ്ക്വാഡ് വർക്കുകളൊക്കെ നടക്കുകയാണ്. ഞങ്ങളുടെ നേതൃയോഗങ്ങളെല്ലാം, ഞങ്ങളുടെ മുഴുവൻ ബൂത്ത് കമ്മിറ്റികളുടെയും നേതൃയോഗങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പൂർത്തിയായിട്ടുണ്ട്. ശക്തമായ വർക്കുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് പാർട്ടി തീരുമാനിച്ചത്. ഇതിൽ ഒരിടത്തും UDF നേതാക്കളുമായി ചർച്ച നടത്തിയെന്നും ഉപാധികൾ പ്രകാരമാണ് പിന്തുണയെന്നും പറഞ്ഞിട്ടില്ല. ഉപാധി ഇല്ലാതെയാണ് പിന്തുണ എന്നാണ് അവർ ഒരുപാട് പ്രാവശ്യം പറഞ്ഞത്. അപ്പോൾ ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണയുള്ള വെൽഫെയർ പാർട്ടിയുമായി സഹകരിക്കുന്ന UDF മുന്നണി എന്ന് നാളെ വാർത്ത നൽകാനുള്ള തയ്യാറെടുപ്പാണ് റിപ്പോർട്ടർ TVയുടെ ഇവിടെ നടത്തുന്നത്. സ്വമേധയാ ഒരു പാർട്ടി UDF-ന് പിന്തുണ പ്രഖ്യാപിച്ചത് പിണറായി സർക്കാരിൻ്റെ നശിച്ച ഭരണം കൊണ്ടാണെന്ന് പിന്തുണ നൽകുന്നവരുടെ വാക്കുകളെല്ലാം തന്നെയുണ്ട്. ഒരു ഉപാധികളില്ല എന്നും അവർ പറയുന്നുണ്ട്. എന്നാൽ UDF-ന്റെ വെൽഫെയർ പാർട്ടി സഹകരണവുമായി ബന്ധപ്പെട്ട് ഇടതുപക്ഷം ശക്തമായ ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നുവെന്നും ജമാഅത്തെ ഇസ്ലാമി RSS-നെ പോലെ തന്നെ മതരാഷ്ട്രവാദികളാണ് എന്ന ശക്തമായ വിമർശനം CPIM ഉന്നയിച്ച പശ്ചാത്തലത്തിൽ UDF-ന്റെ ഈ വെൽഫെയർ ബന്ധം വർഗീയ പ്രീണനം എന്ന് അവസാന ഘട്ടത്തിൽ വാർത്ത നൽകി പെരുപ്പിക്കാനാണ് റിപ്പോർട്ടർ ചാനൽ ഇപ്പോൾ അരയും തലയും മുറുക്കി പുറപ്പെട്ടിരിക്കുന്നത്. വെൽഫെയർ പാർട്ടി പണ്ട് CPM-ന്റെ ഏറ്റവും അടുത്ത ബന്ധു എന്നായിരുന്നതെന്നും റിപ്പോർട്ടർ TV ഇപ്പോൾ ഓർക്കുന്നില്ല. വർഗ സംഘടനകളും വർഗീയ സംഘടനകളും ഒക്കെ ഒരുപാടുണ്ട്. കോൺഗ്രസ് എന്ന് പറയുന്നത് ഒരു മതേതര സംഘടനയാണ്. എന്നാൽ എല്ലാ ഛിദ്രശക്തികളെക്കാളും ഭീകരമായി മാറുകയാണ് റിപ്പോർട്ടർ TVയുടെ റിപ്പോർട്ട് എന്ന് പറയേണ്ടി വരും. ഏതായാലും റിപ്പോർട്ടർ ടീമിൻ്റെ ഇപ്പോഴത്തെ പശ്ചാത്തലം നമുക്കറിയാം. അങ്ങനെയുള്ളവർക്ക് ഇവിടെ നിലനിൽക്കണമെങ്കിൽ അതിന് യോജിച്ചവർ തന്നെ അധികാരത്തിൽ ഉണ്ടാവണം എന്നുള്ളതാണ് അവരുടെ വിഷയം.